الحمد لله رب العالمين. اللهم صل وسلم على نبينا محمد وآله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناസ്. സഹോദരന്മാരെ, ഇന്ന് നാം പഠിക്കുന്നത് സൂറത്തുന്നാസിലെ ആദ്യ 3 വചനങ്ങളാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ഈ 3 ആയത്തുകൾ. ഖുൽ, നബിയെ പറയുക, അഊദു, ഞാൻ അഭയം തേടുന്നു, രക്ഷ ചോദിക്കുന്നു, ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ റബ്ബിനോട്. പറയുക, മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു. മലിക്കിന്നാസ്, മലിക് രാജാവ്, നാസ് മനുഷ്യർ, മലിക്കിന്നാസ് മനുഷ്യരുടെ രാജാവിനോട്. ഇലാഹിന്നാസ്, ഇലാഹ് ആരാധ്യൻ, മനുഷ്യരുടെ ഇലാഹിനോട്, ആരാധ്യനോട്. ഈ 3 ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വിശിഷ്ടമായ അതിമഹത്തായ 3 നാമങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. റബ്ബ്, മലിക്, ഇലാഹ്. ഈ 3 പദങ്ങളാണ്. ഈ 3 പദങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് മനുഷ്യന്റെയും അല്ലാഹുവിന്റെയും ശത്രുവായ പിശാചിൽ നിന്നും അല്ലാഹുവിനോട് അഭയം ചോദിക്കുകയാണ്. അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ അഭയം തേടുന്നു, ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നെല്ലാമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അൽ ഇഅ്തിസാമു വൽ ലുജൂ, നാം ഭയപ്പെടുന്ന, നമ്മെ ആക്രമിക്കാൻ വേണ്ടി പതിയിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൽ നിന്ന് ഒരു കോട്ടയിൽ അഭയം പ്രാപിച്ച് ആ കോട്ടവാതിലുകൾ അടക്കുന്നത് പോലെ മനുഷ്യനെ ആക്രമിക്കാൻ, ഉപദ്രവിക്കാൻ തയ്യാറായി നിൽക്കുന്ന, മനുഷ്യന് പ്രത്യക്ഷത്തിൽ കാണുവാൻ സാധിക്കാത്ത, മനുഷ്യന്റെ എക്കാലത്തെയും ശത്രുവായ പിശാചിനോട്, ആ പിശാചിൽ നിന്നും രക്ഷ നൽകുവാൻ, അഭയം നൽകുവാൻ കഴിയുന്ന, ആ പിശാചിന്റെ പോലും ഉടമസ്ഥാവകാശമുള്ള, അതിന്റെ സ്രഷ്ടാവായ അല്ലാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ റബ്ബായ അല്ലാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. അതാണ് അഊദു ബിറബ്ബിന്നാസ് എന്നതിന്റെ താല്പര്യം. ഇവിടെ നമ്മുടെ ശത്രു വളരെ അപകടകാരിയാണ്. അവൻ പതിയിരുന്നാണ് മനുഷ്യനെ ആക്രമിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഒരാളുടെ ആക്രമണം കണ്ടു മനസ്സിലാക്കാൻ കഴിയും. നേരിട്ട് വന്ന് ആക്രമിക്കാൻ വരുമ്പോൾ അയാളുടെ വരവിനെ സംബന്ധിച്ച്, ആക്രമണത്തെ സംബന്ധിച്ച്, അയാളുടെ ശക്തിയെ സംബന്ധിച്ച്, കരുത്തിനെ സംബന്ധിച്ച് ഒക്കെ ഒരു ധാരണ ആക്രമിക്കപ്പെടുന്നവന്റെ മുന്നിലുണ്ടായിരിക്കും. അതിനുള്ള ഒരു മുന്നൊരുക്കം നടത്തുവാനും സാധിക്കും. ഇവിടെ പിശാചിന്റെ ഉപദ്രവം എന്ന് പറയുന്നത് തീർത്തും നമുക്ക് അപരിചിതമായ അവസ്ഥയിലാണ്. എങ്ങനെയാണ് പിശാച് ആക്രമിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അറിവ് നമുക്കില്ല. അതുകൊണ്ട് തന്നെ ആ പിശാചിൽ നിന്നും, ആ പിശാചിനെ ആരാണോ ഉടമപ്പെടുത്തിയിരിക്കുന്നവൻ, ആരുടെ കൈകളിലാണോ അവന്റെ കടിഞ്ഞാണുള്ളത്, അതിന്റെ യജമാനനോട്, ആ പിശാചിന്റെ യജമാനനോട്, പിശാചിനെ സൃഷ്ടിച്ച സ്രഷ്ടാവിനോട്, ആ സ്രഷ്ടാവും നമ്മുടെ സ്രഷ്ടാവും ഒന്നു തന്നെയാണ്, വേറെ വേറെയല്ല. പക്ഷെ നമ്മെ ആക്രമിക്കുവാനുള്ള കരുത്ത് ആ പിശാചിനുണ്ട്. അതുകൊണ്ട് ആ പിശാചിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുകയാണ്. അള്ളാഹുവെ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, നീ ഞങ്ങളുടെ റബ്ബാണ്. ഇത് നാം നേരത്തെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അഊദു ബിറബ്ബിന്നാസ് എന്ന് പറയുമ്പോൾ അതാണ് അർത്ഥം. അള്ളാഹു നമ്മുടെ റബ്ബാണ് എന്ന് നാം അംഗീകരിച്ചിട്ടുള്ളതാണ്. ആദമിന്റെ മുതുകിൽ വെച്ച് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ ആദമിന്റെ മുതുകിൽ നിന്ന് മുഴുവൻ മനുഷ്യരുടെയും റൂഹിനെ പുറത്തെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹിദ്നാ. മനുഷ്യരോട് അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അലസ്തു ബിറബ്ബികും. അതിന് മനുഷ്യർ പറഞ്ഞ മറുപടി, ഖാലൂ, അവർ പറഞ്ഞു, ബലാ ശഹിദ്നാ, അതെ, ഞങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, ഞങ്ങൾ സാക്ഷികളാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ആ റബ്ബിനോടാണ് നാം ശരണം തേടുന്നത്. കാരണം പിശാചിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി
വസല്ലമ ഒരിക്കൽ പരസ്പരം ശണ്ട കൂടുന്ന രണ്ടാളുകളെ പ്രവാചകൻ കണ്ടു. കൂടെയുണ്ടായിരുന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശണ്ട കൂടുന്ന സമയത്ത് ഹദീസിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അവരുടെ മുഖം ചുവന്ന് തുടുത്തിരിക്കുന്നു, മുഖത്തെ പേശികൾ നാഡിനരമ്പുകൾ വീർത്തിരിക്കുന്നു. രോഷം മൂലം അവർ അങ്ങേയറ്റം അവരുടെ മുഖം ചുവന്ന് തുടുത്ത് അതിന്റെ എല്ലാ രോഷവും പ്രകടമാക്കുന്നുണ്ട്. ഇത് കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅലമു കലിമതൻ ലൗ ഖാലഹാ ലദഹബ അൻഹു മാ യജി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇവരുടെ ഈ രോഷപ്രകടനം, അവർ ശണ്ട കൂടുന്നത്, വഴക്കടിക്കുന്നത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോടൊപ്പമുള്ള സ്വഹാബത്തിനോട് പറയുകയാണ്, ഇന്നി ലഅലമു കലിമതൻ, എനിക്കൊരു വാക്കറിയാം, ലൗ ഖാലഹ, അതവർ പറയുകയാണെങ്കിൽ ലദഹബ അൻഹു മാ യജി, അവർ അനുഭവിക്കുന്ന, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തി അവരിൽ നീങ്ങിപ്പോകും, അവർക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതെന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവർ പറയേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന. ഒരു സ്വഹാബി പോയിക്കൊണ്ട് അവരോടത് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഇപ്രകാരം പറയാൻ പറഞ്ഞിട്ടുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക എന്ന് പറഞ്ഞു. അവരത് പ്രകാരം ചെയ്യുകയും അവരുടെ ആ രോഷപ്രകടനം അവിടെ അവസാനിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ പിശാച് അത്രമാത്രം, പിശാചാണ് അവരെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത് എന്നർത്ഥം. അത്രയും കടുത്ത ശത്രുവാകുന്നു. ഏത് രൂപത്തിലാണ്, ഏതു വിധേനയാണ് പിശാച് നമ്മെ ബാധിക്കുന്നത്, നമ്മിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടേണ്ടതുണ്ട്. ആ അള്ളാഹു ആകട്ടെ നമ്മുടെ സ്രഷ്ടാവാണ്, നമ്മുടെ ഉടമസ്ഥനാണ്, നമ്മെ നിയന്ത്രിക്കുന്നവനാണ്, നമുക്ക് ഭക്ഷണം നൽകുന്നവനാണ്, എല്ലാം കൊണ്ടും നമ്മിൽ അധികാരമുള്ളവനാണ്. അതുകൊണ്ട് നമ്മെ സംരക്ഷിക്കുവാൻ കഴിവുള്ള ആ അള്ളാഹുവിനോട്, റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു. ഇതാണ് അഊദു ബിറബ്ബിന്നാസ് എന്നതിന്റെ താല്പര്യം. ശേഷം പറയുന്നത് മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവായ. മലിക്ക് എന്നുള്ളത് നേരത്തെ സൂറത്തുൽ ഫാത്തിഹയിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ നാം പറഞ്ഞിട്ടുണ്ട്, അതിന് മാലിക് എന്ന പ്രയോഗവും മലിക് എന്ന പ്രയോഗവും മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തിനുണ്ട് എന്ന് അവിടെ നാം വിശദീകരിച്ചതാണ്. നാം രക്ഷ ചോദിക്കുന്ന അള്ളാഹു മനുഷ്യരുടെ രാജാവാണ്, മലിക്കാണ്. മലിക്ക് മാത്രമല്ല മാലിക്കുമാണ്, ഉടമസ്ഥനുമാണ്. രാജാവും ഉടമസ്ഥനുമാണ്. മനുഷ്യരുടെ മാത്രമല്ല, എല്ലാറ്റിന്റെയും, എല്ലാ ചരാചരങ്ങളുടെയും, പ്രപഞ്ചത്തിന്റെ മുഴുവൻ മുൽക്ക്, ആധിപത്യം അത് അള്ളാഹുവിനുള്ളതാണ്. ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്ത് ആൽ ഇംറാൻ 189 വചനം. ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ മുൽക്ക്, ആധിപത്യം അത് അവനുള്ളതാകുന്നു, അള്ളാഹുവിനുള്ളതാകുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു ആകട്ടെ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ജനങ്ങളുടെ മലിക്കായ, രാജാവായ അള്ളാഹുവിനോട് ശരണം തേടുന്നു. എല്ലാ അധികാരങ്ങളും അള്ളാഹുവിനുള്ള. ഇവിടെയുള്ള ആധിപത്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ചിലർക്ക് ചില ആളുകളുടെ മേൽ അധികാരമുണ്ടാവും, സ്വാധീനമുണ്ടാവും. ചിലർ രാജാക്കന്മാരായിരിക്കും. ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരരാണ്. അവർക്ക് ചില പരിധികളും പരിമിതികളുമുണ്ട്. ഒരു രാജാവ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു അല്പകാലത്തേക്കുള്ള രാജാവും അതിനേക്കാൾ ശക്തനായ മറ്റൊരു രാജാവ് ഈ രാജാവിനെ കീഴ്പ്പെടുത്തിയാൽ, പരാജയപ്പെടുത്തിയാൽ അയാളുടെ ആധിപത്യം അതോടുകൂടി അവസാനിച്ചു. പിന്നീട് പുതിയ രാജാവിനാണ് അധികാരമുള്ളത്. അങ്ങനെ കൈമാറി വരുന്ന ആധിപത്യം തന്നെയാവട്ടെ അത് അവരുടെ മരണം വരെ മാത്രമാണ് നിലനിൽക്കുന്നത്. മരണത്തോടുകൂടി അവർ ഒന്നുമല്ലാതായി തീർന്നു. അവരുടെ ആധിപത്യം പോയി. അവർ എന്തിനെല്ലാം ഉടമപ്പെടുത്തിയിരുന്നുവോ അതെല്ലാം അവിടെ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്. എത്ര വലിയ രാജാവാകട്ടെ, എത്ര വലിയ ആധിപത്യമുള്ളവനാവട്ടെ, അധികാരിയാവട്ടെ, സമ്പന്നനാവട്ടെ, ശക്തനാവട്ടെ, ആരായിരുന്നാലും ശരി, അവരുടെ ആധിപത്യമെല്ലാം, അവരുടെ കഴിവുകളെല്ലാം അവരുടെ മരണത്തോടുകൂടി പൂർണ്ണമായും അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് അവർക്ക് ആധിപത്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ച് ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് അധികാരം ആർക്കാണ്? ഞാൻ രാജാവാണ്, ഞാനാണ് വലിയ അധികാരി, ഞാനാണ് സമ്പത്തുള്ളവൻ, ഞാനാണ് കഴിവുള്ളവൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ധിക്കാരികളായ ആളുകളൊക്കെയും അവിടെയുണ്ട്. അവരോട് ചോദിക്കുന്ന ചോദ്യമാണ് ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് അധികാരം ആർക്കാണ്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മറുപടി പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അന്ന് ഏകനായ എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹുവിനാകുന്നു അധികാരം മുഴുവനും. ആർക്കും അതിൽ യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല. അപ്പോൾ ആ അള്ളാഹുവിനോടാണ് നാം ഈ പറഞ്ഞ നമ്മെ പതിയിരുന്ന് ആക്രമിക്കുന്ന, നമുക്ക് കണ്ടുകൂടാൻ കഴിയാത്ത, നമുക്ക് ആ ശത്രുവിന്റെ
ഉപദ്രവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത വിധമുള്ള ആ ഉപദ്രവങ്ങളിൽ നിന്ന് പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കുന്നത് ഈ അള്ളാഹുവിനോടാകുന്നു. മനുഷ്യരുടെ റബ്ബായ, മനുഷ്യരുടെ മലിക്കായ അള്ളാഹുവിനോടാകുന്നു ഞാൻ അഭയം തേടുന്നത് എന്ന് പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം. ഇത് നാം പറയേണ്ടതുണ്ട്, നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. തുടർന്ന് പറയുന്നത് ഇലാഹിന്നാസ്, മനുഷ്യരുടെ ഇലാഹായ ആരാധ്യനായ അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. ഇവിടെയും അള്ളാഹു സുബ്ഹാനഹു തആല അവനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആരോടാണ് അഭയം തേടുന്നത്? ഇലാഹിന്നാസ്, മനുഷ്യരുടെ ഇലാഹിനോട്. ഇലാഹുകളോട് എന്നല്ല, ഇലാഹിനോട്. ഇലാഹു ഒന്നു മാത്രമേയുള്ളൂ, പല ഇലാഹുകളില്ല. ആരാധിക്കപ്പെടുന്നവർ പലരുമുണ്ട്. ഭൂമിയിൽ മനുഷ്യർ മനുഷ്യരെ തന്നെ ആരാധിക്കുന്നുണ്ട്, മനുഷ്യർ മൃഗങ്ങളെ ആരാധിക്കുന്നുണ്ട്, മനുഷ്യർ ഉരകങ്ങളെ ആരാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മരങ്ങളെയും ചെടികളെയും പൂക്കളെയും ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ടുള്ള പലതിനെയും മനുഷ്യർ ആരാധിക്കുന്നുണ്ട്. അവ കേവലം സൃഷ്ടികൾ മാത്രമാണ്. അവർ ഒന്നും യഥാർത്ഥ ആരാധ്യന്മാരല്ല. യഥാർത്ഥത്തിൽ ആരാധനകൾ അർപ്പിക്കുവാൻ അവർ അവകാശികളെ അല്ല, അർഹരുമല്ല. യാതൊരു അർഹതയുമില്ല. ഇലാഹാകണമെങ്കിൽ ആ ഇലാഹിന് ചില സവിശേഷതകളുണ്ട്. അവൻ സ്രഷ്ടാവായിരിക്കണം, സംരക്ഷിക്കുന്നവനായിരിക്കണം, പരിപാലകനായിരിക്കണം. ഈ ഗുണങ്ങളെല്ലാം ഉള്ളവന് മാത്രമാണ് ഇലാഹാകുവാൻ സാധിക്കുക. അതുമാത്രമല്ല, ആ ഇലാഹ് സൃഷ്ടികളുടെ ആവശ്യങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും ആവശ്യപ്പെട്ടാലും ചോദിച്ചാലും കേൾക്കുവാനും അറിയുവാനും കഴിവുള്ളവനായിരിക്കണം. എത്ര കോടി ജനങ്ങൾ ഒരുമിച്ച് വിളിച്ചാലും ഒരുമിച്ച് ചോദിച്ചാലും ഓരോരുത്തരുടെയും വിളികളും ചോദ്യങ്ങളും അതത് സമയങ്ങളിൽ തന്നെ മാറ്റിവെക്കാതെ തിരിച്ചറിയാനും പരിഹാരം നൽകുവാനും കഴിവുള്ളവനാണ്. അവനാണ് ഇലാഹ്. സൃഷ്ടികളോട് കാര്യം ചോദിക്കുമ്പോൾ ഒരാൾ ചോദിച്ച് അയാളുടെ ചോദ്യത്തിന് ശേഷമേ അടുത്ത ആൾക്ക് ചോദിക്കാൻ കഴിയൂ. കാരണം രണ്ടാളുടേത് ഒരേ സമയത്ത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഒരു സൃഷ്ടിക്കും സാധിക്കുകയില്ല. അപ്പോൾ ഈ സൃഷ്ടികൾക്ക് പരിമിതികളുണ്ട്. അവരുടെ കഴിവെന്ന് പറയുന്നത് വളരെ വളരെ തുച്ഛമാണ്. അതും അവരുടെ സാന്നിധ്യത്തിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരവരുടെ കഴിവിൽപ്പെട്ടത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറം ഒന്നും കഴിയില്ല. എന്നാൽ യഥാർത്ഥ ആരാധനാവട്ടെ സ്ഥലകാല പരിമിതികളില്ലാതെ എല്ലാം കേൾക്കുവാനും അറിയുവാനും ഉത്തരം ചെയ്യുവാനും കഴിവുള്ളവനാകുന്നു. ആ സൃഷ്ടാവായ അള്ളാഹുവിനോടാണ് സഹായം തേടുന്നത്. അവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്. ഖലഖല്ലാഹു കുല്ല മാ ഫിൽ അർളി ലനാ വഖലഖനാ ലഹു. ഈ അള്ളാഹു നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഖലഖല്ലാഹു കുല്ല മാ ഫിൽ അർളി ലനാ, ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. വഖലഖനാ ലഹു, നമ്മളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് അവന് വേണ്ടിയിട്ടാണ്. നാം ചെയ്യേണ്ടത് നമ്മെ സൃഷ്ടിച്ച ആ സ്രഷ്ടാവിനെ ആരാധിക്കുക എന്നതാണ്. നമ്മൾ സൃഷ്ടിച്ചതിന്റെ താല്പര്യം തന്നെ അതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അവനെ ഇലാഹായി കണ്ട് അവൻ ആരാധനക്ക് അർഹനാണ് എന്ന് മനസ്സിലാക്കി അവനെ മാത്രം ആരാധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മനുഷ്യനെയും ജിന്നുവർഗങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റു സൃഷ്ടികളൊന്നും അതിന് അവകാശികളല്ല. ആ സൃഷ്ടികൾക്ക്, അല്ലാഹു സൃഷ്ടിച്ച അവന്റെ സൃഷ്ടികൾക്ക് ജീവിക്കുവാൻ ആവശ്യമായ, ഇവിടെ നിലകൊള്ളുവാൻ ആവശ്യമായ എല്ലാം അവൻ ഒരുക്കി വെച്ചിരിക്കുന്നു. വഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ, ഭൂമിയിലുള്ളത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ സൃഷ്ടികൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളതാണ്, സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ അള്ളാഹുവിനെ ആരാധിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. നമ്മൾ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം അതാണ്, അവനെ ആരാധിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമുക്കിതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന നേരെ മറിച്ചാണ്. നമ്മളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നത് മറന്നുകൊണ്ട് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതിന്റെ പിന്നാലെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഭൂമിയിലുള്ള വിഭവങ്ങൾ അത് നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആ വിഭവങ്ങളായി മാറിയിരിക്കുകയാണ്. അതിനുവേണ്ടി ആ വിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ലക്ഷ്യം മറന്നുകൊണ്ട് നമുക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങൾ, ആ വിഭവങ്ങളാവട്ടെ താൽക്കാലികം മാത്രമാണ്. നമുക്ക് ബാക്കിയാവുന്നത് നാം എടുത്തിരിക്കുന്ന നമ്മുടെ ഇബാദത്തുകളാണ്, അള്ളാഹുവിന് ചെയ്തിരിക്കുന്ന ആരാധനകളാണ്. അതുമാത്രമാണ് നമുക്ക് ബാക്കിയാകുന്നത്. അപ്പോൾ ഇതെല്ലാം സംവിധാനിച്ചിരിക്കുന്ന ഇലാഹായ റബ്ബിനോട് നാം ചോദിക്കുന്നു. ആ ഇലാഹാകട്ടെ അള്ളാഹു സുബ്ഹാനഹു തആല അവനെ പരിചയപ്പെടുത്തി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു സുബ്ഹാനഹു തആല അവനല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ഇലാഹുമില്ല. അവർ ജീവനുള്ളതായാലും ശരി, ജീവനില്ലാത്തതായാലും ശരി, ചെറുതായാലും വലുതായാലും ഒന്നും ഇലാഹല്ല, യഥാർത്ഥ ആരാധ്യന്മാരല്ല. യഥാർത്ഥ ആരാധ്യൻ ഒന്നു മാത്രമാണ്. ആ ആരാധനാവട്ടെ അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്. മരണം അവനെ ബാധിക്കുകയില്ല. അങ്ങനെയൊന്നില്ല അവന്. അൽ ഹയ്യ് അൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിക്കുന്നവനും അതുപോലെ തന്നെ സർവവും നിയന്ത്രിക്കുന്നവനുമാണ്.
മാത്രമല്ല ലാ തഅഖുദുഹു സിനത്തുൻ, അവനെ മയക്കം ബാധിക്കുന്നില്ല, അശ്രദ്ധയുണ്ടാകുന്നില്ല. നമുക്ക് ഏത് സമയത്തും അവനിൽ അഭയം തേടാം. അവന് മറവിയില്ല, മയക്കമില്ല, ഉറക്കമില്ല. വലാ നൗം, ഉറക്കമില്ല, വിശ്രമിക്കുന്ന സമയമില്ല. ഇപ്പോൾ ചോദിക്കല്ല, ഇപ്പോൾ ഞാൻ റെസ്റ്റിലാണ് എന്ന് അള്ളാഹു പറയുകയില്ല. അങ്ങനെ ഒരു സന്ദർഭമില്ല അള്ളാഹു. ഇത് എന്റെ ഉറക്കത്തിന്റെ സമയമാണ്, അതുകൊണ്ട് ഇപ്പോൾ ചോദിക്കരുത്. ഏതെങ്കിലും പ്രത്യേക സന്ദർഭമില്ല. നട തുറക്കുന്ന സമയവും നട അടക്കുന്ന സമയവുമില്ല. ഏത് സമയത്തും അവൻ ഉണർന്നിരിക്കുന്നവനാണ്. ഏത് സമയത്തും അവനോട് ചോദിക്കാം, യാതൊരു മടിയും കൂടാതെ. ചോദിച്ചാൽ എന്തു കരുതും എന്ന് ഭയപ്പെടേണ്ടതില്ല. ചോദിക്കുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല. ചോദിക്കുന്നത് അവന് ഇഷ്ടമാണ്, അവനത് അംഗീകരിച്ചു തരും. അവന് ഉത്തരം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനോട്, ഇലാഹിന്നാസ്, മനുഷ്യരുടെ ഇലാഹാണവൻ, ആ ഇലാഹിനോട് ഞാൻ ശരണം തേടുന്നു. ഇതാണ് ഇതിന്റെ താല്പര്യം. അപ്പോൾ ഇലാഹിന്നാസ്, മനുഷ്യരുടെ ഇലാഹായ, മനുഷ്യരെ ആരാധനക്ക് അർഹനായിട്ടുള്ളവനായ അള്ളാഹുവിനോട് ഞങ്ങൾ അഭയം തേടുന്നു. 3 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 1 റബ്ബ്, 2 മലിക്, 3 ഇലാഹ്. റബ്ബ് ആരാണ് എന്ന് നേരത്തെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഫിർഔനിന്റെ മുമ്പിൽ മൂസ അലൈഹിസ്സലാം നൽകിയ മറുപടിയാണത്. ആരാണ് നിങ്ങൾ പറയുന്ന റബ്ബ് എന്നതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായി മൂസ അലൈഹിസ്സലാം നൽകിയിട്ടുള്ള മറുപടി. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബ് എല്ലാത്തിനെയും അവന്റെ സൃഷ്ടിപ്പ് പ്രദാനം ചെയ്ത് പിന്നീട് അതിന് മാർഗദർശനം നൽകിയവൻ. ആ റബ്ബിനോടാണ് ഞങ്ങൾ സഹായം തേടുന്നത്. അതുപോലെ തന്നെ അവൻ എല്ലാത്തിന്റെയും ഉടമസ്ഥാവകാശമുള്ളവനാണ്. ഈ ലോകത്തും നാളെ പരലോകത്തും. ഇവിടെയുള്ള ആധിപത്യം അത് അവസാനിക്കുന്നതാണ് അവരുടെ മരണത്തോടുകൂടി, അല്ലെങ്കിൽ അവരെ മറ്റാരെങ്കിലും കീഴ്പ്പെടുത്തുന്നതോടുകൂടി. ഭൂമിയിലെ അധികാരം അങ്ങനെയാണ്. മറ്റൊരാൾ അയാളെ കീഴ്പ്പെടുത്തിയാൽ അവിടെ അവസാനിച്ചു, അല്ലെങ്കിൽ അയാളുടെ മരണത്തോടുകൂടി അവസാനിച്ചു. നാളെ പരലോകത്താകട്ടെ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഉടമസ്ഥാവകാശവും ഇല്ല. അവിടെ പൂർണ്ണമായും അതിന്റെ ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്. നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, നാം അഭയം തേടിക്കൊണ്ടിരിക്കുന്ന ഈ ഇലാഹ്, അവന് ഉറക്കമില്ല, മരണമില്ല, ക്ഷീണമില്ല, ഏതുമില്ല. അവൻ സദാസമയവും നമ്മളെ വീക്ഷിക്കുന്നവനാണ്. ഏതൊരു സ്ഥലത്ത് നിന്നും എത്രയാളുകൾ ഒന്നിച്ചു വിളിച്ചാലും, വിവിധങ്ങളായ വിഷയങ്ങൾ ആവശ്യപ്പെട്ടാലും എല്ലാം ഒരുപോലെ കേൾക്കുവാനും ഉത്തരം ചെയ്യുവാനും കഴിയുന്നവനായ അല്ലാഹ്, അവനോടാകുന്നു നാം സഹായം തേടുന്നത്. ഇതാണ് ഇലാഹിന്നാസ് എന്നതിന്റെ താല്പര്യം. ഇവിടെ 3 പദങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 1 മലിക്, 1 റബ്ബ്, 2 മലിക്, 3 ഇലാഹ്. ഇത് 3ഉം അള്ളാഹുവിന്റെ വളരെ വിശിഷ്ടമായ 3 നാമങ്ങളാണ്. നാം നമ്മുടെ ആവശ്യം ഉന്നയിക്കുന്ന സമയത്ത് ഇത് അംഗീകരിച്ചുകൊണ്ട് വേണം ചോദിക്കാൻ. അവൻ നമ്മുടെ റബ്ബാണ് എന്നറിഞ്ഞുകൊണ്ട്, അത് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ ആവശ്യം അവൻ തിരസ്കരിക്കുകയില്ല, തള്ളിക്കളയുകയില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി അവൻ നമ്മെ സ്വീകരിക്കും, നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ഉത്തരം ചെയ്യും എന്ന ബോധ്യത്തോടുകൂടി. അവൻ നമ്മുടെ മേൽ ആധിപത്യമുള്ളവനാകുന്നു, നമ്മുടെ രാജാവാകുന്നു, നമ്മുടെ ഉടമസ്ഥനാകുന്നു, എക്കാലത്തും ഇവിടെയും നാളെ പരലോകത്തും. ഈ ഒരു കൃത്യമായ ബോധത്തോടുകൂടി. അതുപോലെ തന്നെ അവൻ മാത്രമാണ് ആരാധ്യൻ. ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഒരുപാട് വസ്തുക്കളുണ്ടല്ലോ, അവരൊന്നും യഥാർത്ഥത്തിൽ ആരാധ്യനല്ല. അവരെല്ലാം സൃഷ്ടികളാണ്, കേവലം നിസ്സാരമായ സൃഷ്ടികൾ. അവരില്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ഒന്നുമല്ലാതാകുന്ന ഒരു കാലം വരാനിരിക്കുന്നുമുണ്ട്. അവരുടെ നാശത്തോടുകൂടി, മരണത്തോടുകൂടി അവർ ഇല്ലാതായിത്തീരുന്നു. എന്നും സ്ഥിരമായി ഉറക്കമില്ലാതെ, മയക്കമില്ലാതെ, ക്ഷീണമില്ലാതെ നിലനിൽക്കുന്നവനായ ഏകനായ അല്ലാഹ്, അവനാണ് യഥാർത്ഥ ആരാധ്യൻ. അവനെ പൂർണ്ണമായ ബഹുമാനത്തോടുകൂടി, സ്നേഹത്തോടുകൂടി അവൻ ആരാധിക്കണം. വൽ മഅബൂദ് ഹുബ്ബൻ വ തഅലീമൻ, അങ്ങേയറ്റത്തെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ആരാധിക്കപ്പെടുന്നവൻ അവനാണ് ഇലാഹ്. ആ ഇലാഹിനോടാണ് ഞങ്ങൾ അഭയം തേടുന്നത്. ഇതാണ് ഇലാഹിന്നാസ് എന്നതിന്റെ താല്പര്യം. ഈ 3 പദങ്ങളും അതിന്റെ ശരിയായ അർത്ഥത്തിൽ നാം ഉൾക്കൊള്ളണം. നമ്മുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അവനിൽ മാത്രം അർപ്പിക്കണം. മറ്റാരിലേക്കും അത് നീങ്ങിപ്പോകരുത്. അവന് മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കഴിയുകയുള്ളൂ, നമുക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇത് നാം നമ്മെ തന്നെ ബോധ്യപ്പെടുത്തണം. ഉൽ എന്ന് പറഞ്ഞിട്ടാണല്ലോ പറയുന്നത്. ഇത് നമ്മൾ നമ്മോട് തന്നെ പറയണം. ഒന്ന് മറ്റുള്ളവരോട് പറയുകയും പ്രഖ്യാപിക്കുകയുമാണ്. ഉൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. പറയുക, മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു, മലിക്കിന്നാസ് മനുഷ്യരുടെ രാജാവിനോട് ഞാൻ അഭയം തേടുന്നു, ഇലാഹിന്നാസ് മനുഷ്യരുടെ ആരാധനോട് ഞാൻ സഹായം തേടുന്നു. ഇതാണ് ഇതിന്റെ താല്പര്യം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ
മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ എക്കാലത്തെയും ശത്രുവായ പിശാചിന്റെ എല്ലാ തരത്തിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്നും നാം അല്ലാഹുവിൽ സഹായം തേടുക, അല്ലാഹുവിൽ അഭയം പ്രാപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക